കലോത്സവം രണ്ടാം ദിനം വിവിധ വേദികളിലായി പുരോഗമിക്കുകയാണ്. നിലവിൽ ഇന്നത്തെ മത്സരങ്ങളുടെ ഫലം വരുമ്പോൾ കണ്ണൂർ 327 പോയിന്റുമായി പട്ടികയിൽ ഒന്നാം സ്ഥാനത്താണ്. 320 പോയിന്റുമായി കൊല്ലമാണ് രണ്ടാം സ്ഥാനത്ത്. 319 പോയിന്റുമായി തൃശൂർ മൂന്നാം സ്ഥാനത്താണ്. ലീഡ് ചെയ്തു നിന്ന കോഴിക്കോട് 314 പോയിന്റുമായി പട്ടികയിൽ അഞ്ചാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് രണ്ടാം ദിനവും കൊല്ലത്ത് അരങ്ങേറുന്നത്. ജില്ലകൾ തമ്മിൽ വലിയ രീതിയിൽ മത്സരമാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ. രോഹിണി, കൗമാരക്കലയുടെ ആഘോഷം തന്നെയാണ് നമുക്ക് കൊല്ലത്തിന്റെ നഗരിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ കൗമാരക്കല പുരോഗമിക്കുമ്പോൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം. ഇപ്പോൾ പോയിന്റ് നിലയിൽ ഏറ്റവും മുന്നിലെത്തി നിൽക്കുന്നത് കണ്ണൂരാണ്. കണ്ണൂര് നിലവിൽ 327 പോയിന്റാണ് നിലവിൽ കണ്ണൂരിനുള്ളത്. അടുത്ത് സമീപത്തായി ഉള്ളത് കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ല 320, ഒപ്പം തന്നെ തൃശ്ശൂർ 319. ഇങ്ങനെയാണ് പോയിന്റ് നിലയുടെ പട്ടിക ഉയർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ആഘോഷം, അതിമനോഹരമായ കാഴ്ചകൾ, അങ്ങനെ പല വേദികളിൽ പല തരത്തിലുള്ള. കൊല്ലം കലോത്സവ വേദിയിൽ നിന്ന് വിനീഷാണ് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. നമ്മളൊപ്പം ഇപ്പോൾ വേദഭാഷയായ സംസ്കൃത സംഘഗാനം ആലപിക്കാൻ പോവുകയാണ് ഒരു കൂട്ടം കുട്ടികൾ. എവിടെ നിന്നാണ് നമ്മൾ വരുന്നത്? ഞങ്ങൾ കോട്ടയം കുമരകം SKMHS നൽകിയ ശ്രീകുമാരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. നിങ്ങളുടെ റിസൾട്ട് ഇപ്പം വന്നു കഴിഞ്ഞോ? എ ഗ്രേഡ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നാലും അഭിനന്ദനങ്ങൾ. നമുക്ക് ഒരു ജനൻ TV പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങളുടെ ഒരു ചെറുതായിട്ട് ഏറ്റവും ചുരുക്കിയ ഒരു ചെറിയൊരു പെർഫോമൻസ് സംഘഗാനം ആരംഭിക്കാം. മഗരി സനി ധനി സാ മാ ഗമ ദമ ഗ രി ഗ മഗരി സനി ധനി സാ സഗമ 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 ഗമദ 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 മദനി 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 ധനി സാ ധനി സാ ധനി സാ നിസ 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 ധനി 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 മദ 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 ഗമ 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 ധനി സ ഗമ ധനി സ ഗമ ധനി സാ നിധ മഗ ഗമ ദ മഗ സാ സംസ്കൃത ചിത്ത ഭാരത ഭക്ത രാഷ്ട്ര നവോദയ കാംക്ഷിണ സംസ്കൃത ചിത്ത ഭാരത ഭക്ത രാഷ്ട്ര നവോദയ കാംക്ഷിണ സുദൃഢ മനസ്കാ ഭാസുര ചരിത രാഷ്ട്രം ജാഗരയാമവയം രാഷ്ട്രം ജാഗരയാമവയം രാഷ്ട്രം ജാഗരയാമവയം സംസ്കൃത ചിത്ത ഭാരത ഭക്ത രാഷ്ട്ര നവോദയ കാംക്ഷിണ സുദൃഢ മനസ്കാ ഭാസുര ചരിത രാഷ്ട്രം ജാഗരയാമവയം രാഷ്ട്രം ജാഗരയാമവയം രാഷ്ട്രം ജാഗരയാമവയം രാഷ്ട്രം ജാഗരയാമവയം രാഷ്ട്രം ജാഗരയാമവയം. നല്ലൊരു പ്രോത്സാഹനം എല്ലാവരുടെ ഭാഗത്ത്, നല്ല രീതിയിൽ അല്ലെ, നന്നായി പാടിയില്ല അവര്. എന്തായിരുന്നാലും നമുക്ക് രോഹിണി, ഇനി ഈ കല കാണാനെത്തുന്ന കുറെ കാഴ്ചക്കാരുണ്ട് നമുക്ക് പുറകിലായിട്ട്. നിരവധി പേർ എത്തി നിൽക്കുകയാണ്. ഒരു ആള് നമ്മോടൊപ്പം ചേരുകയാണ്. എങ്ങനെയുണ്ട് കൊല്ലത്തിന്റെ കൗമാര മാമാങ്കം? 62ാമത്തെ ഈ കൗമാര കല കാണാൻ വേണ്ടി കോഴിക്കോട് നിന്ന് വരികയാണ്. കോഴിക്കോട്ടേക്ക് ഈ കപ്പ് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. കോഴിക്കോട് ഇപ്പം പുറകിലാണ്. ഇപ്പം എന്ത് പറ്റും? കഴിഞ്ഞ 31 വർഷമായിട്ട് ഈ കലോത്സവം കാണാൻ വേണ്ടി ലീവ് എടുത്ത് ഞാൻ സെയിൽ ടാക്സ് കമ്മീഷണറായിട്ട് ഡെപ്യൂട്ടി കമ്മീഷണറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഇപ്പം ഈ കല കാണാൻ വേണ്ടി ഞാൻ സർവീസിലിരിക്കുമ്പോൾ അത്ര വലിയൊരു കലാപ്രേമിയാണ്. കുറേ സിനിമകളിലൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ഒരു സിനി ആർട്ടിസ്റ്റ് കൂടിയാണ്. മോഹൻലാലിൻ്റെ കൂടെയും മമ്മൂട്ടിയുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടി. അങ്ങനെയുള്ളൊരു ചെറിയ കലാകാരനാണ്. അപ്പം കലയോട് അത്രയും താല്പര്യമുള്ളതുകൊണ്ട് കോഴിക്കോട് നിന്ന് ഇപ്പം 5 ദിവസം ഇവിടെ തങ്ങി അങ്ങ് കാണാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കണ്ട് കപ്പും കൊണ്ട് പോകുന്നതാണ് പറയണത്. പക്ഷെ കണ്ണൂരാണ് ഇപ്പം മുന്നിലുള്ളത്. ഞങ്ങൾ പിടിച്ചെടുക്കും. തിരിച്ച് പോയിന്റ് പട്ടികയിൽ കയറി വരും അല്ലേ? പല സമയത്തും പല ജില്ലയിലും കയറി കഴിഞ്ഞാലും കോഴിക്കോടാണ് അതിൻ്റെ ഏറ്റവും അവസാനം ഫൈനൽ സ്റ്റേജിൽ കപ്പ് കൊണ്ടുപോകുക. മറ്റൊരു ആളും കൂടി നിൽക്കുന്നുണ്ട്. ആരെങ്കിലും മത്സരിക്കുന്നുണ്ടോ? കല കാണാനായി എത്തിയതാണോ? കല കാണാനായി എത്തിയത്. കൊല്ലംകാരിയാണ്. പഠിക്കണോ? എന്ത് തോന്നി വന്ന് കണ്ടിട്ട്? എന്താണ് തോന്നിയത്? കണ്ടിട്ട് നല്ല ആഘോഷമാണ്, ആനന്ദമാണ് അല്ലേ?
ആഹ്ലാദമാണ്. എല്ലാവരും പറയും പോലെ തന്നെ കലയുടെ മാമാങ്കത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷങ്ങളും ആനന്ദവും തന്നെയാണ് ഈ കൊല്ലം ആശ്രമ മൈതാനിയിലും ഈ കലോത്സവത്തിന്റെ എല്ലാ വേദികളിൽ എത്തുന്നവരെയും കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും കൊല്ല നഗരിയിൽ കലവറകളിൽ നിറക്കൂട്ടുകൾക്കൊപ്പം കലയുടെ ആ ചാരുതയും വർദ്ധിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. രോഹിണി.